ഗായ്സ്, വെൽക്കം ടു എന്താ ബാബ ബ്ലോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പെഷ്യലായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ട്സായിട്ട് കുറച്ച് കക്ക വാറാൻ പോയിരുന്നു. നല്ല നാടൻ കായൽ കക്ക. മൊബൈൽ കൊണ്ടുപോകാൻ മറന്നുപോയി ഗായ്സ്. ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ മൊബൈലിനകത്ത് വീഡിയോ എടുത്തതിന് കക്ക വാരുന്നത്. നമ്മൾ ഒരു ചാക്ക് നിറച്ച് കക്ക വാരിയായിരുന്നു. നമ്മൾ 4 പേരുണ്ടായിരുന്നു. 4 പേര് വീതിച്ചെടുത്തു. അപ്പം അതിൽ ഒരു പങ്ക് ഞാൻ ഇപ്പം നമുക്ക് കറിയൊന്നും ഇല്ലയെന്ന് വൈഫ് പറഞ്ഞതിനെ കൊണ്ട് മീനൊന്നും കിട്ടിയില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം രാത്രി ചൂടോടെ ഒന്ന് ഫ്രൈ ചെയ്തതാണ്. നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കക്ക ഫ്രൈ. പിന്നെ പരിപ്പുണ്ട്, നല്ല അടിപൊളി നാടൻ പരിപ്പ്, ഇന്ത്യക്കാര പരിപ്പ് എന്ന് പറയും. ഡാൽ എന്ന് പറയും ഗൈസ്. ഡാല് ഏതാണ്ട് ഇത് വായിക്കൂടെ പറയുമ്പോൾ തന്നെ ഇത് വായിക്കൂടെ വെള്ളം ഒന്ന് ഊരിയാണ്. ഏതാണ്ട് അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലല്ല, നമ്മളെ ചേട്ടത്തിൻ്റെ വീട്ടിൽ ബീഫ് ഉണ്ടാക്കുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ അവർ ബീഫ് മേടിച്ചു തന്നു. ബീഫ് കറി ഉണ്ട്. കറി ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കറിയായി. പിന്നെ ഇത് നമ്മളെ കടയിൽ കിട്ടുന്ന ലേസ് ചിപ്സ്, പൊട്ടാറ്റോ ചിപ്സാണ്. നമ്മളെ കിഴങ്ങ്, ചോറ്, നാടൻ നമ്മളെ പേരെടുത്തില്ല നാടൻ ഏത്തപ്പഴമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ തുടങ്ങാൻ പോകുന്നത് നാടൻ കക്ക ഫ്രൈ. ഇങ്ങനെ എടുക്കുക, ചോറ് തെറ്റും ഞെവിടുക. ഇവിടെ പറഞ്ഞിരിക്കും ഗൈസ്, എൻ്റെ വായിന്ന് വെള്ളം പോലെയാണ്. കാണാമോ എന്തോ ഗൈസ്? ഒന്നുകൂടെ അടുത്തോട്ട് ഒന്ന് എന്തായാലും ഒരു പിടി വായിൽ വെച്ച് നോക്കാം. ഞാൻ വച്ചതിനെ കൊണ്ടല്ല ഞാൻ പറയുന്നത്, അപാര ടേസ്റ്റ്, സൂപ്പർ എന്ന് വെച്ചാൽ ഇതേപോലെ കക്ക ഫ്രൈ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ തോനെ മസാല ഒന്നും ചേർത്തിട്ടില്ല. ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ബ്ലാക്ക് പെപ്പർ ഇച്ചിരി തോന്നിട്ട്, പിന്നെ ഇത് ഇട്ടായിരുന്നു കേട്ടോ, ടൊമാറ്റോ സോസ് ഇട്ടും സോയ സോസും ഇട്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫ്ലേവർ ആയിരിക്കാം. പിന്നെ കൊച്ചുള്ളി അതിൻ്റെ മുകളിൽ കൂടെ ഗാർണിഷ് ചെയ്ത്, വെളുത്തുള്ളി ഉണ്ട് നല്ല അടിപൊളി, ഇഞ്ചിയൊക്കെ ഇട്ടാണ് നല്ല ഫ്രൈ ചെയ്തത്. എന്തുകൂടെ എന്തായാലും ഒരു ബൈറ്റ് കൂടെ എടുക്കാം. സമയം കളയുന്നില്ല, സമയമില്ല. പച്ചമുളക് നമ്മുടെ സ്ഥിരം എല്ലാ ഭക്ഷണത്തിനും കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളക്.